ഇതാക്കണം നവംബർ 2-ാം തീയതിയാണ് കേട്ടോ. അതായത് നമ്മളെ കുഞ്ഞാറ്റൻ്റെ ബർത്ത്ഡേ ആണ്. അതൊന്ന് ചെറുമട്ടത്തിലൊന്ന് ആഘോഷിച്ചോ ചോദിച്ചാൽ ആഘോഷിച്ചു എന്നാണ് പറയുക. അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓളെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പറ്റേ ചെറുപ്പത്തിലെ ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നൊന്നും നമ്മളെ കയ്യിൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലേന്ന്. പിന്നില്ല ഫോട്ടോകളൊക്കെ ഇതാക്കണം തപ്പിത്തറിഞ്ഞ് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം വലുതായി എന്നാണ് പറഞ്ഞു വരുന്നത്. രാവിലെ തന്നെ, അതായത് ഞായറാഴ്ച രാവിലെ തന്നെ നല്ല ഉഷാറായിട്ട് നല്ല ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട്. ചായയുടെയും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഇന്ന് സമ്പൽ സമൃദ്ധി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല ഇഡ്ഡലിയും അതുക്കൊത്തൊരു സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ചായ കുടിച്ചിട്ട് അവർ ഇരുത്താണ് ഇരിക്കണത്. ഇനിയിപ്പോൾ ഉച്ചക്കെന്താ പരിപാടി എന്നാണ് എൻ്റെ ആലോചന കേട്ടോ. മക്കൾക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചന. എനിക്കിപ്പോൾ എന്താ, മക്കൾ വീട്ടിലുള്ളതല്ലേ, പോരാത്തതിന് ഞായറാഴ്ചയാണ്, പിറന്നാളാണ്, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ ഒരു ഇൻട്രോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഞാൻ ഇപ്പം പറയാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോണത്. അപ്പോൾ യൂട്യൂബിൻ്റെ മുദ്രാവാക്യം പറയാനായിട്ട് ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ നെക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഇതാക്കണം, ഒന്ന് ഹൈപ്പ് ഉണ്ടാവും. ഹൈപ്പും കൂടി ചെയ്താൽ ഉഷാറായിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു 8-10 ഇഡ്ഡലിയൊക്കെ പള്ളയിലാക്കിയിട്ടാണ് ഞാൻ കുത്തിരിക്കണത് കേട്ടോ. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നിട്ട് നല്ല ഉഷാറായി എന്നൊന്നും പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ മക്കൾക്ക് ഇതാക്കണം പണി കൊടുത്തിട്ടുണ്ട്. മക്കൾ ഇതാ എന്തൊക്കെയോ ടി വിയിൽ കാണാണ്. ടി വി കാണാനായിട്ട് ഇതാക്കണം ഇഷമോളും ലിയമോളും വന്നിട്ടുണ്ട് കേട്ടോ. ഓല് രണ്ടാളും ടി വി കാണാണ്. പിന്നെ ഇതെന്തോ ചെവിയിൽ വെച്ചിക്കണമെന്നല്ലേ. അതിപ്പോൾ ടൂറ് പോയപ്പം ചേച്ചി കൊണ്ടു കൊടുത്താ കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇത് വാല് പിടിച്ച് നിൽക്കുകയുണ്ടല്ലോ, ആ ചെവി ഇങ്ങനെ പൊന്തി പോണ സാധനമല്ല, അതാണത്. അപ്പോൾ ഇവൾക്ക് പുതിയ ബോക്സ് വാങ്ങി, അത് കാണിച്ചു തരാൻ ചേച്ചിമാർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളെ പിറന്നാൾ കുട്ടിക്ക് ഞാനൊരു പണി കൊടുത്തതാണ്. ചേച്ചിക്ക് പണിയുണ്ട്, കടിച്ചു വരാനും തുടക്കാനും ചേച്ചിക്ക് പണി. പിറന്നാൾ കുട്ടിക്ക് ഞാനിതാ പയറരിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുമട്ടത്തിൽ ചെറിയൊരു സദ്യ വെക്കാം. കാരണം നമുക്ക് ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ട്, അത് വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ രാത്രി എന്തെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് ആക്കാമെന്നൊക്കെയാണ് ചിന്തയിലുള്ളത്. അങ്ങനെ ഇതാക്കണം ചോറായിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, പിന്നെ ഇഡ്ഡലി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഇഡ്ഡലി ഉണ്ട്. കുറച്ച് മാവ് കൂടുതലായി പോയി, സാരമല്ല. ഒരു വൈകുന്നേരത്തോ നാളെ എപ്പോഴെങ്കിലും ആവശ്യമില്ലപ്പോൾ തിന്നോളും. അപ്പോൾ ചായ ഉണ്ട്, പിന്നെ പച്ചക്കറി ഉണ്ട്, പിന്നെ ഇന്നലത്തെ മീൻ പൊരിച്ചതുണ്ട്. അങ്ങനെ ഒരു വിധ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. ഇനി പയർ നന്നാക്കിയാൽ ഉപ്പേരിയും കൂടി ആയാലുണ്ടല്ലോ സമാധാനമായി. അങ്ങനെ ഇതാക്കണ ആ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ പോത്തുംകുട്ടിക്ക് വെള്ളം കൊടുക്കാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരാളും കൂടി വന്നതാണല്ലോ. അപ്പോൾ പോത്തുംകുട്ടിക്കുള്ള വെള്ളം റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് പിറന്നാളായിട്ട് എന്ന്. അപ്പോൾ എന്തേലും വാങ്ങട്ടെ എന്ന് വിചാരിച്ച് പീടികയിൽ പോയി. അവൾ കുറേ ദിവസമായിട്ട് ഈ ഒരു സാധനം വേണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പീടികയിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്താ വെച്ചാൽ ആങ്ങളും പെങ്ങളും എന്തിനോ കച്ചറ കൂടിയിരിക്കുന്നു, നല്ല അടിപിടി കൂടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു സാധനം വാങ്ങിക്കൊടുത്തു. എന്താ വെച്ചാൽ മാൽക്കിസ്റ്റോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇവൾ വേണമെന്ന് പറയുന്നത്. അതിനാണെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റാണത്, പക്ഷേ അതിന് 50 ഉറുപ്യ കൊടുക്കണം. അപ്പം വാങ്ങി കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയെന്ന്. ഇപ്പം ഏതായാലും ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വക ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ്. പിന്നെ കണ്ണനെ പിടിച്ച് 2 ചീത്തയും പറഞ്ഞിട്ട് പിന്നെ ഞാനിതാക്കണ് എൻ്റെ പണിയെടുക്കാൻ നിൽക്കുക കേട്ടോ. അവൾ പിറന്നാളായിട്ടുള്ള കരയിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 ചീത്ത പോയിന് കൊടുത്ത്. ചീത്ത നമ്മളെ അടുത്ത് സ്റ്റോക്കുണ്ടോ എന്ന് തിരക്കടില്ല കേട്ടോ. സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് തിരക്കടില്ല. ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് അത് പുറന്തള്ളാറുണ്ട് ചീത്ത. കാരണം എന്താ വെച്ചാൽ ഈ കുട്ടികൾ ഭയങ്കര പിത്തനെയാണ്. ഇത്ര പോത്തോളം വലിപ്പമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പിത്തനുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് 2 ചീത്ത വിളംബരം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞ് 4 വൈക്കായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഈ ഒരു അടിച്ചുവാരി കഴിഞ്ഞ് അതൊക്കെ അടിച്ചു വാരി അല്ലെങ്കിൽ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരി ചെല്ലു വെക്കുമ്പോൾ ഓക്കപ്പാടൊരു കുയ്യിലാവും. അങ്ങനെ ആവും ഉണ്ടാവുക. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കച്ചറ, അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് ഇല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മക്കൾ. അങ്ങനെ ഇതാക്കണം. എൻ്റെ അവസാനത്തെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊരു പറച്ചില്ല, അവസാനത്തെ പണിയല്ല, അടുക്കളപ്പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുക്കളപ്പണി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കുക. ആകപ്പാടെ രേണുസുധീൻ്റെ മാരിക്ക് ഇതാക്കണം, തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു മാറൂലല്ല, ആ ഒരു ഐഡൻറ്റിറ്റി 36 ഇനി മാറുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ബിഗ് ബോസ് ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്. ബിഗ് ബോസ് നല്ല ഉഷാറാകുന്നുണ്ട്. അതിനിപ്പോൾ എന്താ അനീഷിനോട് കാട്ടിയത്? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനാണ് യെസ് പറഞ്ഞത്. നല്ലൊരു മനുഷ്യനല്ലേ അനീഷ്. അപ്പോൾ അതടക്കട്ടെ, ഇല്ലേ ആളെയും കൊണ്ട് പോകാൻ നോക്കുന്നു ചിലപ്പം ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും.
അപ്പം നാടകത്തിലെ സിനിമയത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ആ ഒരു സ്റ്റേജിന്മേൽ നിന്നിട്ടാണ് മരിച്ചാലും സന്തോഷമാണ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടത്തിൻ്റെ ഉള്ളിൽ കടന്ന് മരിച്ചാൽ നമുക്ക് സന്തോഷമായി. അപ്പം ജീവിച്ച് തീർന്നിട്ടില്ല. പിന്നെ ഇപ്പം മരിപ്പിൻ്റെ കാര്യം പറയുന്നത് അതവിടെ കട്ടെ, മരിക്കുന്ന അടക്കട്ടെ, നമുക്ക് ആദ്യം ജീവിച്ച് തീർക്കാം കേട്ടോ. ഓരോ ദിവസവും നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും വേണ്ടില്ല, ആ ഒരു പേരൻ്റെ ഉള്ളിൽ കടന്നുറങ്ങാനൊരു സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ അത് മതി, അത്ര മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ജീവിതം അങ്ങനെ പോണത്. നമ്മൾ പണ്ടത്തെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഞാൻ ഉഷാറാണ്, ഞങ്ങൾ ഉഷാറാണ്, ഞാനും അനിയത്തിയും എല്ലാവരും ഉഷാറായിട്ട് തന്നെ പോണത്. പട്ടിണിയും പരിവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അതാക്കണ് അതൊക്കെ കുറഞ്ഞ് നേരെ തിരിച്ച് ആയിട്ടില്ല. പക്ഷെ എന്നാലും ആ ഒരു ചക്രം പകുതി മുക്കാലും തിരിഞ്ഞിട്ടുണ്ട്. ഒരു 50% 60% തിരിഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പാടിൽ നിന്ന് തിരിഞ്ഞാണ്ട് റെഡിയാകും. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോകട്ടെ. അപ്പം അങ്ങനെയാണുള്ളത്. കുറേ പറയാൻ നിന്നാൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ വിഷയം കൈകാര്യം ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പം നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമല്ലേ, ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാണ്ട് ഈ ഒരു നേരം, ഈ കിട്ടിയ നേരം, നമുക്ക് ഈ ഒരു മൂക്കിൽ ശ്വാസം ഇല്ല നേരം സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് വലിയത്. അപ്പം മൂപ്പരാൾക്ക് ചോറ് കൊടുക്കുക കേട്ടോ. ഒരു 12:45 ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ചോറായി, മീൻ പൊരിച്ചതുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, അതുപോലെ തന്നെ ഉപ്പേരിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു മട്ടത്തിലൊരു സദ്യ ആയിട്ടുണ്ട്. പിന്നെന്താ ഇപ്പോൾ കുഞ്ഞാറ്റിനെ പറ്റി പറയാം കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് കേട്ടോ ഓളെ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഉണ്ണിമോക്ക് ഇതാക്കുന്ന ഒരു 3-4 വയസ്സുണ്ടായപ്പോഴാണ് ഓളെ വയറ്റിലുണ്ടാവണത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടല്ലോ നിങ്ങളൊരു 3-3.5 മാസം വരെ ഈ മറ്റേ ഒരു കല്ലും മുള്ളും കാലിക്ക മെത്താന്ന് പറയുന്ന പോലെയൊന്നും ഇതിൻ്റെ കാര്യങ്ങൾ എനിക്ക് കണ്ണാടിയിൽ നോക്കാൻ വരെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ ഛർദ്ദിച്ച് ആകെ ക്ഷീണം, ഛർദി 3 മാസം തുടർച്ചയായി ഛർദിക്ക് തന്നെ. എന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു മൂലക്ക് കിടത്തിയാൽ അവിടെ കിടക്കും, പിന്നെ ഇപ്പുറത്തുനിന്ന് ഇരിക്കി കിടക്കുക അവിടെ കിടക്കും. പിന്നെ ഒരു മണവും ചൂരും കാര്യങ്ങളൊന്നും പറ്റാത്തൊരു കാലമായിരുന്നു കേട്ടോ. ഒരു എട്ടണത്തിന് മുന്നേ പറ്റിക്കണ് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഓൽക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പള്ളയിലുണ്ടായപ്പോഴാണ് വല്ലാത്തൊരു ജാതി ഗതികേടായിരുന്നു കേട്ടോ. ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണാടിയിൽ നോക്കി ഞാൻ ഇങ്ങനെയാണോ എന്ന് നോക്കിയത്. ഞാൻ അങ്ങനെയൊന്നും പിന്നെ ആശുപത്രി, പിന്നെ ഗ്ലൂക്കോസ്, നാരങ്ങ വെള്ളം, അതേപോലെ തന്നെ നമ്മളെ ഇളനീര് എന്നൊക്കെ പറയുന്നതായിരിക്കും വല്ലാത്തൊരു കാലമായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങൾ പരിപാടികൾ കഴിഞ്ഞ് അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആരും ഏതൊരു വ്ളോഗേഴ്സും ഇത്ര ഷോർട്ടാക്കിയിട്ട് അവനവൻ്റെ അല്ലെങ്കിൽ പ്രസവകാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഞാനാണ് ആദ്യമായിട്ട്. അപ്പം അങ്ങനെ ആ ഒരു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് അതോടുകൂടി എല്ലാ പരിപാടികളും അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഉച്ചയായപ്പോഴത്തേന് അനിയത്തി അനിയത്തിൻ്റെ മൂത്തച്ചി വന്നിട്ട് കുറച്ച് പയറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഓളെ പിറന്നാളുമാണല്ലോ, അപ്പോൾ അങ്ങനെ വന്നതൊന്നുമല്ല, അവനെ വെറുതെ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഓല് പയറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. പിന്നെ ഓല് ചോറ് നനന്നൊന്നുമില്ല. ഞാൻ നല്ലൊരു മിൽക്ക് ഷേക്ക് കണ്ട് ഉണ്ടാക്കി കൊടുത്ത് ഓല അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി എന്താ പരിപാടി, ഉച്ച കഴിഞ്ഞാൽ നമുക്ക് പോത്തിനെ നോക്കണമല്ലോ. അപ്പോൾ പോത്തിനെ നോക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞങ്ങൾ ഇതാക്കണത്. ഈ ഒരു പറമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പറമ്പാണല്ലോ, ആ ഒരു പറമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ അവിടെ നമ്മളെ കുട്ടാണി അവിടെ തിന്നിട്ടുണ്ട്. കുട്ടാണിയല്ല, കുഞ്ഞാണി അവിടെ തിന്നുകണ്ട്. നല്ല തീറ്റയാണ് അവിടെ. അപ്പോൾ ഓനെ അവിടെ തീറ്റാനാക്കിയാണ് ഞാനിങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂപ്പരാൾ നോക്കിക്കോളൂ അതിനൊക്കെ. അപ്പോൾ മൂപ്പർക്ക് വലിയ പുല്ല് ഇതാക്കണം അവിടെ റെഡിയാണ്. കുറച്ചൊക്കെ പുല്ല് വെട്ടി കൊടുക്കാനുണ്ടാവും. പൊതുവേ പുല്ല് വെട്ടി കൊടുക്കലില്ല, 1-2 വട്ടമാണ് പുല്ല് വെട്ടി കൊടുക്കലുള്ളൂ. പിന്നെ തീറ്റാൻ വിടല്ല കേട്ടോ. പോത്തുകളൊക്കെ അങ്ങനെയാണല്ലോ, കൂടുതലായിട്ട് നമ്മളിങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. പോലെ വിൽക്കാനും കാര്യങ്ങൾക്കൊന്നും തോന്നില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് അടുക്കണ്ടെന്നൊക്കെയാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഏതായാലും വിൽക്കാനുള്ളതാണ്, അറക്കാനുള്ളതാണ്, ഇറച്ചിയാക്കാനുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇതാക്കിയാലേ നമുക്ക് തന്നെയല്ലേ കേട്. പിന്നെ ഭയങ്കര മനസ്സിൽ നിന്ന് പോവില്ല. നമ്മളിവിടെ ആടിനെ വളർത്തിയിരുന്നല്ലോ. അപ്പോൾ ആ കൊറ്റൻകുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ കൊറ്റനാടുകളൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, കച്ചവടക്കാർ വന്ന് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു ഇടങ്ങേറ് ചില്ലറ എന്നല്ലേന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോത്തിനോട് ഞാൻ വല്ലാത്ത അങ്ങോട്ട് അടുക്കില്ല. ഞാൻ എന്താ പറയുക, ഞങ്ങൾ ബന്ധങ്ങൾ സ്ഥാപിക്കണില്ല, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പിന്നെ രാത്രിയായപ്പം ഓള് കേക്ക് വേണോ മന്തി വേണോ എന്ന് ചോദിച്ചപ്പം 100% ഓള് മന്തി എന്ന് പറഞ്ഞു. അതാണല്ലോ പള്ളന്നറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ മന്തി ഓർഡറാക്കി, മന്തി വാങ്ങി തന്നു. ഇപ്പോൾ ഇതാണ്ടോ ബിരിയാണിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ വെക്കലില്ല. അപ്പം മന്തിമേലാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കണ്ണനെ എവിടെയും ചോദിക്കുന്നുണ്ടാവും. ഓൻ്റെ തുണക്കാരപ്പം പോയിട്ടോ, കുറേ മുന്നേ പോയതാണ്. അപ്പോൾ വിളിച്ചപ്പം എനിക്ക് വേണ്ട നിങ്ങൾ തിന്നോളിയെന്നും പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ 4 ആളും കൂടിയാണ്ട് ഇരുന്ന് കണ്ട് ഭക്ഷിച്ചു. സൂപ്പറായിട്ട് ഇങ്ങനെ മന്തി കഴിച്ചു. നല്ല പെരിയ അൽഫാമും നല്ല മന്തി റൈസും കൂടി കൂട്ടി തിന്നപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ.
സമാധാനം മാത്രമല്ല കീശയിൽ ഒത്തിരി ചോർച്ചയും കൂടി വന്നിട്ടുണ്ടേന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി, 1-2 വട്ടം ഉണ്ടാക്കിയിട്ടാണ്, ഇത്ര അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെയാണല്ലോ, പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി തന്നാൽ ആഹാ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഹോ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും ഡയറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്ത് കൊണ്ട് മാറ്റി വെച്ചിട്ട് ഞാൻ നല്ല പോളിങ്ങിലാണ് ചോറ് എന്നിട്ടുണ്ട്. എനിക്കൊരു സമാധാനം, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ മന്തി തിന്നാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.